ഹായ് ഓൾ, ദിസ് ഇസ് ലാസ്റ്റ് സൺഡേ മോർണിംഗ്. എനിക്ക് പൊതുവേ ഈ ചൊവ്വാഴ്ചകളിലും ഞായറാഴ്ചകളിലും മുടി വെട്ടണമെന്ന് വല്ലാത്തൊരു ത്വര വരും. ഫ്രണ്ടിലെ തോരണമൊക്കെ ഞാൻ തന്നെ അങ്ങോട്ട് സെറ്റ് ചെയ്തു. പിന്നെ ബാക്കിൽ വെട്ടാനുള്ളത് മിനിയാൻറ്റീനെ കൊണ്ടാണ് വെട്ടിച്ചത്. ഇന്ന് വൈകുന്നേരം നമുക്ക് ചോച്ചുവിനെയും പാറുവിനെയും കൊണ്ട് 2-3 വീഡിയോസൊക്കെ എടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോകണം. തിരിച്ചു വന്ന് ഡിന്നറും ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം താന്നിപ്പള്ളിയിൽ പെരുന്നാളിന് പോകാനായിട്ട്. വൈകിട്ട് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ഇവിടെ എഗ്ഗ് ഉണ്ട്, പക്ഷേ ബനാന ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു ഫ്രൈയിങ് പാൻ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ട് ഓൾമോസ്റ്റ് 1 ഇയർ ആവാൻ പോകുന്നു. ഞാൻ കബോർഡിനുള്ളിലാണ് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ സ്ക്രൂ ഒക്കെ തുരുമ്പടിക്കും. ഇവിടെ കടലടുത്തുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ യാതൊരു സാധ്യതയില്ല. ഈവനിങ് ഞാൻ രണ്ടുപേർക്കും പാല് കൊടുത്തു. എന്നിട്ടാണ് ഞാൻ ഈ പരിപാടി ചെയ്യാൻ തുടങ്ങിയത്. 2 എഗ്ഗ് അങ്ങോട്ട് ബുൾസൈ ഉണ്ടാക്കി, പിന്നെ ആ ഒരു ബനാന ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുത്തു. എഗ്ഗിന് മീതെ കുറച്ച് സോൾട്ടും പെപ്പറും ഇട്ട് കൊടുത്തു. ബനാനയ്ക്ക് മീതെ കുറച്ച് ഷുഗർ. ആ ഷുഗർ അങ്ങ് മൊരിയുമ്പോൾ ഇത്തിരി കാരമലൈസ്ഡ് ടേസ്റ്റ് ഒക്കെ വരും ബനാനയ്ക്ക്. ഞാനിപ്പോൾ ഈ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാനിൻ്റെയും സ്പാറ്റുലയുടെയും ആ ഒരു സ്പൂൺ ഹോൾഡറിൻ്റെ ലിങ്കും ഞാൻ അഫിലിയേറ്റ് ആയിട്ട് ഇവിടെ സൈഡിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. പക്ഷേ യൂട്യൂബിൽ മാത്രം. വൈകുന്നേരം ചോച്ചുവിൻ്റെയും പാറുവിൻ്റെയും അടുത്ത് പോകും എന്ന് രാവിലെ ഞാൻ അബദ്ധവശ ഒന്ന് പറഞ്ഞു പോയി. ഉച്ചയ്ക്ക് 2 പേരും ഉറങ്ങിയിട്ടില്ല. ഞാൻ ഒന്ന് അനങ്ങിയാൽ അപ്പം ചോദിക്കും പാറുട്ടുട്ടിയുടെ വീട്ടിൽ പോകുന്നില്ലേ എന്ന്. അങ്ങനെ പിന്നെ വൈകുന്നേരം ഒരു 4 o'clock ആയപ്പോൾ ഞങ്ങൾ അങ്ങ് എണീറ്റു. ഉറക്കമൊന്നും നടന്നിട്ടില്ല, ഇനിയിപ്പോൾ ഉറങ്ങാനുള്ള ടൈമുമില്ല. പാനിൽ ഒന്നും ഒട്ടും ഒട്ടിപ്പിടിക്കത്തില്ല. നമുക്കിതുപോലെ സ്മൂത്ത് ആയിട്ട് ചെയ്തെടുക്കാം. പാൻ തണുത്തതിന് ശേഷം മാത്രം വാഷ് ചെയ്യുക. ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ചെയ്യുമ്പോൾ ബട്ടർ യൂസ് ചെയ്ത് സീസൺ ചെയ്യുന്നതാണ് നല്ലത്. ബട്ടർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇന്ന് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്തത്. എന്തെങ്കിലും ഒരുമിച്ച് കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ കുക്കുസാറുണ്ടല്ലോ, ചെറുതായിട്ട് അവനെ ഇങ്ങനെ നോണ്ടി തുടങ്ങും. നമുക്ക് ആർക്ക് ഫസ്റ്റ് അടിക്കുമെന്ന് നോക്കാമെന്നും പറഞ്ഞു ട്രൈപോഡിൽ നോക്കിയിട്ടാണ് കേട്ടോ 2 പേരും ഈ അഭ്യാസമൊക്കെ കാണിക്കുന്നത്. ഞാനല്ല അവിടെ നിൽക്കുന്നത്. ഞാൻ കിച്ചണൊക്കെ ഒന്ന് ഒതുക്കാനായിട്ട് പോയിരുന്നു. എന്നിട്ട് ഞങ്ങളിതേ പാറുക്കുട്ടിയുടെ വീട്ടിലേക്ക് വന്നു. ഞാനും മിനിയാൻ്റെയും കൂടെ നമ്മുടെ സെനോറിറ്റിയുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് വേണ്ടിയിട്ടുള്ള 2-3 റീൽസൊക്കെ ഷൂട്ട് ചെയ്യുമായിരുന്നു. ആ ഗ്യാപ്പിൽ 2 എണ്ണവും കൂടെ കോഴിക്കോടും പിന്നെ ആ മരവും ഒക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനും ചോദിച്ചു, ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ക്യാപ്ഷനിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം, അതിൽ ഓർഡർ ചെയ്താൽ മതി. തിരിച്ച് വന്നിട്ട് ആലനുള്ള ചപ്പാത്തിയാണ് ഞാൻ ഉണ്ടാക്കിയത്. മീൻകറി ഇരിപ്പുള്ളതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇനി കറിയൊന്നും ഉണ്ടാക്കുന്നില്ല. നാളത്തെ ബിരിയാണിക്കുള്ള 2-3 പപ്പടം കൂടെ കാച്ചി വെച്ചിട്ട് ഞങ്ങളിതേ താന്നിപ്പള്ളിയിലേക്ക് എത്തി. ഇത് സെൻറ്റ് മൈക്കിൾസ് ചർച്ചാണ്. പണ്ട് ഇത് ഇരവിപുരം ഇടവകയുടെ ഭാഗമായിരുന്നു. പിന്നെ ഇടവകയിലെ ജനങ്ങൾ ഒരുപാടായതുകൊണ്ട് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമായിരുന്നു. ഇതാണ് നമ്മുടെ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രം താന്നിപ്പള്ളിയുടെ അടുത്തുള്ളത്. ഞങ്ങൾ ചെന്നപ്പോൾ വൈകുന്നേരത്തെ മാസം നടക്കുമായിരുന്നു. ഇത് കഴിഞ്ഞാൽ കൊടിയിറക്കും. അപ്പോൾ നല്ല തിരക്കാവും. അപ്പോൾ ഇതിനുള്ളിൽ നമുക്ക് കഴിച്ചിട്ട് തിരിച്ചു പോകണം. ചോറും സാമ്പാറും അവിയലും അച്ചാറുമായിരുന്നു കഴിക്കാനായിട്ട്. ഉച്ചയ്ക്ക് ഉറങ്ങാത്തതുകൊണ്ട് നിലു നിന്നും നടന്നും ഇരുന്നും ഒക്കെ ഉറങ്ങുന്നുണ്ടായിരുന്നു. ഭക്ഷണം കൊടുക്കുന്നതിനിടയിൽ അവൻ്റെ കണ്ണ് അടഞ്ഞു പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മൾ കണ്ട ബലൂണും ഐസ്ക്രീം ഷോപ്പും ഒക്കെ ഇങ്ങനെ മൈൻഡിൽ ഇരിക്കുന്നത് കൊണ്ടാവണം ഉറങ്ങാതെ അങ്ങ് പിടിച്ചു നിന്നു. കഴിഞ്ഞ ദിവസം ബീച്ചിൽ നിന്ന് മേടിച്ച ആ ഒരു ബലൂൺ ഒരു ഷിമ്മി കവർ ഒരു മൂലയ്ക്ക് കിടക്കുന്ന മാതിരി വീട്ടിൽ ചുരുണ്ടുകൂടി കിടപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ബലൂൺ മേടിച്ചില്ല. പിന്നെ ബാക്കി 2 പേരും ഐസ്ക്രീം എന്നും പറഞ്ഞാണ് വന്നത് തന്നെ. നിലുവിൻ്റെ ഐസ്ക്രീം പെട്ടെന്ന് കഴിപ്പിക്കാനായിട്ട് ഞാൻ ഇങ്ങനെ എടുത്ത് വിഴുങ്ങി. അതോടെ പനിയും വന്നു. അപ്പോൾ നാളെ കാണാം.